പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡിലനായിട്ടുള്ളൊരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ. അതായത് നല്ല ഭംഗിയുള്ളൊരു 10 പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം ഏതാണ് പ്ലാന്റ്, എത്രയാണ് പ്രൈസ്, പ്ലാന്റിൻ്റെ സൈസ് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റെക്സ് ബിഗോണിയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു കോംബോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ്. നല്ലൊരു ലീഫിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ. പൂക്കളുണ്ടാവും, പക്ഷേ പൂക്കളെക്കാളും ഭംഗി അതിൻ്റെ ലീവ്സിനാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ലീവ്സ് നമുക്കിങ്ങനെ ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന ലീഫിംഗ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 10 വെറൈറ്റീസ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 10 വെറൈറ്റീസ് നമുക്ക് ഒരുമിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതായത് പ്ലാന്റ് കുറച്ചൊക്കെ വലുതായി കഴിയുമ്പം നിറച്ച് ലീവ്സൊക്കെ ആയിട്ട് നമ്മുടെ പോട്ടിലൊക്കെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളെപ്പോഴും അങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് തുടക്കത്തിൽ മാത്രം കുറച്ച് കെയറിങ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ലീവ്സിൻ്റെ ഡിസൈൻസ് ഏതൊക്കെയാണ്, വെറൈറ്റീസ് 10 എണ്ണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റിയാണ്. ലീവ്സിൽ ഇങ്ങനെ വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് നേരെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജിഫി ആണെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് ജിഫി ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിക്കൊടുത്ത് നമുക്ക് പോട്ടിലേക്ക് നടാവുന്നതാണ്. മുഴുവനായിട്ട് റിമൂവ് ചെയ്യണമെന്നില്ല, കാരണം ഇതിൽ വേരുകളൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മാത്രം മതി. വേരുകളൊക്കെ ഇതിന് പുറത്തേക്ക് തന്നെ വന്നോളൂ. അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ബാഗാണ് നമ്മുടെ ജിഫി ബാഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കളറും എല്ലാവരും കണ്ടു വിചാരിക്കും. ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. രണ്ടാമത്തെ നമ്മുടെ വെറൈറ്റി കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റിയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രേ കളർ നിറച്ചും വന്ന് കുറച്ച് ഡിസൈനൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പം ചില ലീവ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ അത് ബേബി പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സിമിലാരിറ്റി തോന്നുന്നത്. കുറച്ച് വലുതായി പ്ലാന്റ് കുറച്ചുകൂടി സൈസായി കഴിയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. മൂന്നാമത്തെ നമ്മുടെ പ്ലാന്റ് ഈ ഒരു ലീഫാണ്, കണ്ടില്ലേ. ഇതൊരു ആഷ് കളർ ലീവ്സാണ്. ഇതിൻ്റെ അടിവശം വന്നിട്ടൊരു ഡാർക്ക് മെറൂൺ കളർ പോലെ വന്നിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ലീവ്സിൽ ഇങ്ങനെ വൈറ്റ് സിൽവർ ഡിസൈൻ ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു സക്കുലൻ ടൈപ്പിലുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ റെക്സ് ബിഗോണിയാസ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോഴൊക്കെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും തന്നെ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലൊത്തിരി സൺലൈറ്റും വന്നിട്ട് അങ്ങനെ വരണ്ടൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ ചട്ടി ഒന്ന് മണ്ണൊന്ന് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് ഇതാണ്. നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഈ ഒരു കളറാണ്, കണ്ടില്ലേ. ഇതാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആറാമത്തെ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ഫുൾ ഗ്രേ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ്. അടിവശം ഇങ്ങനെ മെറൂൺ കളർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മേലേയും നോക്കുമ്പോൾ ഫുള്ളൊരു ഗ്രേ കളർ, അടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫുള്ളൊരു മെറൂൺ കളർ വരും. അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത്. അടുത്ത നമ്മൾ പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമിലർ ആണെന്ന് തോന്നും, പക്ഷെ നമുക്കിത് അടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇത് ഒരുപാട് വ്യത്യാസമുള്ള ലീവ്സാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഡിസൈനിലാണെങ്കിലും അല്ലെങ്കിൽ ലീഫിൻ്റെ ഒരു ഷേപ്പിലാണെങ്കിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു ലീവ്സ് നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതിലും ഒരു മെറൂൺ കളർ ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി മനസ്സിലാവണമെങ്കിൽ പ്ലാന്റ് കുറച്ചുകൂടി വലുതാവണം. ചെറുതായ ബേബി പ്ലാന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലായിക്കൊള്ളും എന്നില്ല. അടുത്ത നമ്മുടെ വെറൈറ്റി വന്നിട്ടുള്ളത് ഇതാ, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇങ്ങനെ 2-3 ലെയറായിട്ട് ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ലൈറ്റ് ഡാർക്ക് അങ്ങനെ രീതിയിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പിലാണെങ്കിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ടല്ലേ.
നേരെയുള്ള ലീഫല്ല, കുറച്ച് ചെരിഞ്ഞൊരു ഒരു മാങ്ങയുടെ ഷേപ്പിൽ വന്നിട്ടുള്ള ലീഫ്സാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 പ്ലാന്റ്സ് വരുന്നത്. 10ഉം വളരെ മനോഹരമായിട്ടുള്ള വെറൈറ്റീസ് ആണ്. അപ്പോൾ ഒത്തിരി കാലതാമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് ചട്ടിയൊക്കെ ഏകദേശം നിറഞ്ഞ് ലീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് 10 എണ്ണം കോംബോ ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ്. ഈ 10 പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 550 രൂപയാണ് കേട്ടോ. കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസാണ് പറഞ്ഞത്. നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വേറെ പേ ചെയ്യേണ്ടതില്ല. 550 രൂപയ്ക്ക് ഈ 10 പ്ലാന്റ്സും നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓർഡറൊക്കെ കൺഫേം ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.